അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദിൽ. എന്തൊക്കെയുണ്ട് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ? ചങ്കള വേക്കൻറ്റുകളൊക്കെ ചെയ്തിട്ട് 4-5 ദിവസമായി അല്ലേ? അപ്പോൾ 2 ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. ഒന്നുള്ളത് റിയാദിലേക്കും ഒന്നുള്ളത് ജിദ്ദയിലേക്കുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിരുന്നു, ഷെഫീഖായി ജോബ് വേക്കൻസി വീഡിയോ കാണില്ലല്ലോ, നിങ്ങൾ ജോബ് വേക്കൻ്റ് എന്താ പറയാത്ത വെച്ചിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് വരുന്ന വേക്കൻറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള വേക്കൻറ്റുകളാണ്, ഫേക്കായിട്ടല്ല. ഫേക്കായിട്ട് ഇപ്പോൾ നമുക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുക, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ചില ആളുകൾ ആളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ആളുകൾക്ക് സംശയമാണ്, കാരണം അത് ഫേക്കാണെന്ന് വിചാരിച്ചിട്ട് അവരെ കോൺടാക്ട് നമ്പർ ഡയറക്റ്റ് മേടിച്ചിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്യലുണ്ട്. അങ്ങനെ തരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുമ്പോൾ പിന്നെ അവർ വേക്കൻ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയില്ല. ഇന്നിപ്പോൾ ഏതായാലും 2 വേക്കൻസി ഉണ്ട്, ഇന്നലെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ വേക്കൻസി ഉള്ളത് റിയാദിലേക്ക്, ഇസ്രായേലിലേക്ക് ഒരാളെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ തനാസിലും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജിൻ്റെ ലിമിറ്റും കുഴപ്പമില്ല, പ്രൊഫഷനും കുഴപ്പമില്ല. അപ്പോൾ 1500 റിയാൽ സാലറി ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ വൈകിട്ട് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ഉച്ചത്തെ നിങ്ങൾക്ക് ഫുഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ അതിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ബംഗാളികൾക്കും പാകിസ്ഥാനികൾക്കും കോൺടാക്ട് നമ്പർ കൊടുക്കലുണ്ട്. അങ്ങനെ കൊടുക്കരുതേ. ഇത് മലയാളികളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വേക്കൻസി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഇസ്രായേലിൽ നിന്നുകൊണ്ട് ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മജ്ബൂസ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 500 റിയാൽ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നൈറ്റിൽ ഫുഡ് വന്നിട്ട് കുക്ക് ചെയ്ത് പോകുന്ന ഒരു ബംഗാളി ആളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാൻ അറിയണം കൂടി ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 റിയാൽ സാലറി ഉണ്ട് കേട്ടോ. അപ്പോൾ മലയാളി വേണം, നമ്മൾ നുണൊന്നും പറയില്ല കേട്ടോ. മലയാളി വേണം. അതുപോലെ തന്നെ ഇന്ന് ആൾ റെഡിയാണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ കയറാം കേട്ടോ. ജോലി റെഡിയാണ്. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഓന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കഫീൽ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ കഫീൽ തന്നെയാണ്, എൻ്റെ വീട്ടിൽ ഇസ്ത്ര തന്നെയാണ്. കഫീൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഓന് ഫുഡ് ഉണ്ടാക്കാൻ അറിയെങ്കിൽ 500 റിയാൽ അധികം കിട്ടും. എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ പുറത്ത് നാളെ വിളിക്കലാണ് ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ഫുഡൊക്കെ അറബി ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒരു മെയിനായിട്ട് കഴിക്കലും മജ്ബൂസൊക്കെ. അപ്പോൾ മജ്ബൂസൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളാണെങ്കിൽ 500 റിയാൽ അധികം കിട്ടും, 2000 റിയാൽ കിട്ടും. അല്ലെങ്കിൽ 1500 റിയാൽ ശമ്പളം. ഫുഡിന് ഒരു പുറത്ത് നാളെ ഒരു ബംഗാളി വരലാണ്. ഇനി ആ ഫുഡ് ഉണ്ടാക്കാൻ ഇവനെ അറിയെങ്കിൽ ആ ബംഗാളിക്ക് കൊടുക്കുന്ന പൈസ ഇവനും കൊടുക്കും. പിന്നെ അല്ലാണ്ട് ചില്ലറ കിട്ടുകയും ചെയ്യും കേട്ടോ. മാസമൊക്കെ 1500 1800 1000 റിയാൽ അല്ലാണ്ട് കിട്ടും. പിന്നെ പകല് പണിയൊന്നും ഉണ്ടാവില്ല, രാത്രിയാണെങ്കിൽ പണി ഉണ്ടാകുക. രാത്രി 8 മണി മുതൽ 2 മണി 2:30 വരെ പണി ഉണ്ടാകും. അപ്പോൾ രാത്രിയാണ് ഡ്യൂട്ടി ഉണ്ടാവുക, പകൽ ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്ത ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം. പിന്നെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ രാത്രി 8 മണി മുതൽ 2 മണി വരെ 3 മണി വരെയൊക്കെയാണ് ഡ്യൂട്ടി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇയാളെ കഫീലിൻ്റെ ഇസ്രായേലിനെയാണ്. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ. പിന്നെ സാലറി എക്സ്ട്രാ കിട്ടണം അവർക്ക്. അവരെ നസീബിനനുസരിച്ചുണ്ടാവും ക്യാഷ്, ജോലിക്ക് അനുസരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇസ്രായേൽ ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം കേട്ടോ. അവിടെ എക്സ്ട്രാ എന്തൊക്കെ ജോബ് ഉണ്ടാവും എന്നുള്ളത് പക്ഷേ നിങ്ങൾ എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരണ്ട്. ഇസ്രായേൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചയക്കരുത്, എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കേട്ടോ. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ജിദ്ദയിലേക്കാണ് കേട്ടോ. ജിദ്ദയിലൊരു കമ്പനിയിലേക്കാണ്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ആ വേക്കൻസി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അന്ന് നമ്മൾ 2 പേരെ വരെ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2 പേരെ വേണം കേട്ടോ. അപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. കോസ്റ്റർ ബസ് ഓടിക്കാനാണ്. കോസ്റ്റർ ബസ് ഓടിക്കണ ലൈസൻസും അതുപോലെ തന്നെ അതിലേക്ക് തനാതിൽ മാറാൻ പറ്റുന്ന പ്രൊഫഷനും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാലറിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇൻഷാ അല്ലാ ഈ 2 പ്രൊഫഷനുകൾ ഓക്കെ ആണെങ്കിൽ മാത്രം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കി. മീഡിയം ലൈസൻസ് പറ്റൂലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ വന്നതാണ്. അപ്പോൾ മീഡിയം ലൈസൻസ് അല്ല, കോസ്റ്റർ ബസ് ഓടിക്കാനുള്ളൊരു ലൈസൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതേ പ്രൊഫഷനും ഉണ്ട്. ഇതേ ലൈസൻസ് ആയിരിക്കണം കേട്ടോ, ഇതേ പ്രൊഫഷനും ആയിരിക്കണം. ഓക്കെ, ഇതേ പ്രൊഫഷനും ആയിരിക്കണം കേട്ടോ.
ഇപ്പം ഞാൻ ഈ പ്രൊഫഷനും ഇതേ ലൈസൻസും വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോ തന്നെ കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ വേറെ ആളെ ഭർത്താക്കൻ്റെ ഇതിലുള്ള പ്രൊഫഷനും ആ ലൈസൻസിൻ്റെ പേരുമാണ് ഇല്ല. അപ്പോൾ അതിനടുത്ത് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഈ ഒരു വേക്കൻറ്റ് പറഞ്ഞപ്പോൾ സൗദി അറേബ്യയിൽ ഒരുപാട് ആളുകൾ മേഡിയ ലൈസൻസിലെ ആളുകൾ ജോബ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഞാൻ ചീത്ത പറയാൻ ഹർക്കം ചെയ്തിരിക്കുന്നത് ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഫേക്കാണെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞാലും ഞാൻ ഇവരെ കോൺടാക്റ്റ് തരില്ല. കാരണം ഇവർ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്. റിയാദിലും ജിദ്ദയിലും ഒക്കെ ഒരുപാട് ഇവരെ കമ്പനി ഉള്ളതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ നമ്പർ കൊടുത്തുകൊണ്ട് അവരെങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊഫഷൻ ഈ പറഞ്ഞ ലൈസൻസ് ഉള്ള ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക, ഒരു 35 വയസ്സ് ഇല്ല ലെവലിൽ. ഓക്കെ, ഇനി മുതൽ നമ്മളെ വീഡിയോയിൽ ഇൻഷാ അള്ളാ ഓരോ വേക്കൻറ്റുകൾ ആളുകൾ പറയുന്നത് ചിലപ്പോൾ ചെറിയ വോയിസും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ ഒറിജിനൽ പ്രൂഫും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി വേക്കൻ്റ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ഇൻഷാ അള്ളാ നമ്മളെ വീഡിയോയിൽ എങ്ങനെ ആഡ് ചെയ്തെങ്ങാണ്ട് നമ്മൾ പറയും. കാരണം ഫേക്കാണ് അറിഞ്ഞാണ്ട് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ എനിക്ക് 1-2 കാര്യം കൂടി വേറെ പറയാനുണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന വോയിസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാട്ടോ, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോൾ ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇന്നലെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഷഫീഖ് ഭായ് നിങ്ങളെ പേരിൽ ഞങ്ങൾ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അപ്പം തന്നെ എനിക്ക് അത്യാവശ്യം കയറി. കാരണം അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവനോട് മനസ്സിലാക്കി വിട്ടുന്നു. ഞാൻ ഒരാളെടുത്തൊരു വേക്കൻ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെൻ്റെ PM-ൽ വരുമ്പോൾ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരുന്നില്ലേ? അത് നിങ്ങളോട് ഞാൻ യൂട്യൂബിൽ പറയാൻ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ പറയാൻ പറഞ്ഞ 100-90% ആളുകൾ പറച്ചിലില്ല. അത് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് എനിക്കറിയില്ല. ഇനി വേക്കൻറ്റിൻ്റെ നമ്പർ ഞാനും മേടിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ മതിയില്ലേ. അപ്പോൾ ആ ബഹ്റൈനിൻ്റെ പേപ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ അടക്കം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. 20-20 ആളുകൾക്ക് ഞാൻ നമ്പർ കൊടുത്തുക്കണം. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ആളുകളോടൊക്കെ. നിങ്ങളത് യൂട്യൂബ് ചാനലിലെ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയുന്നുണ്ട്. ഇത്രയും കമൻറ്റുകൾ ആളുകൾ കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ മനസ്സിലാക്കും അതിൽ ആളായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കും. അങ്ങനെ ഈ സുഹൃത്ത് ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വീഡിയോ ചെയ്തു വേക്കൻറ്റിൻ്റെ, ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു, അപ്പോൾ എക്സ്പെൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് അത് തിരിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു പകുതിയോളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഷഫീഖ് ഭായ്, പിന്നെ കുറച്ച് എനിക്ക് ഡിലേയും കാര്യങ്ങളും വന്നിട്ടുണ്ട്, ബാക്കിയില്ല ഞാൻ എന്തോ നാളായിട്ട് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ ഇതാക്കണം ശരിയാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ എനിക്ക് വിട്ടു തന്നിക്കണം. പക്ഷേ കുറച്ചൊക്കെ ഡിലേ വന്നിക്കണം. ഇയാൾ നിരന്തരമായിട്ട് മെസ്സേജ് അയക്കും. അത് നമ്മളതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ അടിയിൽ ഇന്നെ വലിച്ചിറക്കിങ്ങാണ്ട് നിങ്ങളെയും കൂടി അതിൽ ആഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അയാളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ വേക്കൻ്റ് ഉണ്ടെന്ന് പറയണവൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പർ തരുമ്പോൾ നിങ്ങളോടൊന്നും ഞാൻ കമ്മീഷൻ മേടിക്കണില്ല. ആരോടും ഞാൻ അങ്ങനെ പറയലുണ്ട്, വെച്ച് കമ്മീഷൻ വേണം ഞാൻ വേക്കൻ്റിൽ നിന്ന് പറയലുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യം കൂടി നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യണ്ട. അവരെ പ്രൂഫ് മേടിക്കുക, അല്ലാതെ എന്തിനാ നിങ്ങൾ കൊടുക്കണത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രൂഫ് നിങ്ങൾ മേടിക്കണം. എന്തിനാ മേടിക്കണോ? ഞാൻ ജെനുവിനാണ്. ഇപ്പം എൻ്റെ വീഡിയോ ഇതാക്കണോ, എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. പിന്നെ ഇത്രയും കാലം നമ്മൾ വീഡിയോ ചെയ്യണം, ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ പാളിച്ച വരുമ്പോൾ ആളുകളിൻ്റെ പേഴ്സണലായിട്ട് PM-ൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഷഫീഖ് ഭായ് അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആളുകളുണ്ട്. നമ്മളീക്കാളും അറിവില്ല ഒരുപാട് ആളുണ്ട്, നമുക്കൊന്നും ഒരു അറിവില്ല. അപ്പോൾ അതുപോലെ ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരാൾ ചെയ്ത് തരുന്നുണ്ട്, എന്നിട്ട് അയാളോട് വിളിച്ചുകൊണ്ട് അത് പിന്നെ അയാളിനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ലേ, നിങ്ങൾ എങ്ങനെ പറഞ്ഞാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വേക്കൻസിയിലെ കോൺടാക്റ്റ് ഒക്കെ തരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ലെവലാക്കണം ഇൻഷാ അള്ളാഹ്. അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 9895 ഇതുപോലെയുള്ള ജോബ് വേക്കൻസികൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ വേക്കൻസി ഉള്ള ആളുകളും വേണ്ട ആളുകളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത വേക്കൻസികൾ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ നമ്പർക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഇപ്പോൾ എനിക്ക് ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ തരുന്നത്. നമുക്കിപ്പോൾ വേക്കൻറ്റ് വേണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസി തന്നത്. അതുപോലെ തന്നെ നമ്മൾ വേക്കൻസിക്ക് കയറിയ ഒരാളാണ് നമുക്ക് ഈ 4 പേർക്കുള്ള ജോബ്. കഴിഞ്ഞ 2 പേർക്ക് അയാൾ ജോബാക്കി കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ 2 പേർക്കും കൂടി അയാൾ ജോബ് പറഞ്ഞു. അപ്പോൾ 4 ആൾക്ക് അയാളെ കാരണം കൊണ്ട് തന്നെ ജോബായി. അപ്പോൾ നിങ്ങൾ ജോബിന് കയറുമ്പോൾ നിങ്ങൾ ആ യൂട്യൂബിലെ കമൻറ്റിലെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.